ബാക്കിയുള്ള 150 രൂപ വീതം നാം HRA മേടിക്കുന്ന മറ്റു പല സ്ഥാപനങ്ങൾ, അതിലൊക്കെ തുകട സ്ഥാപനങ്ങളായിട്ട് വരുന്ന ആ എൻലിസ്റ്റഡ് ആയിട്ടുള്ള ആ സ്ഥാപനങ്ങളിൽ അലോപ്പതി വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഉത്തരവിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഏവർക്കും അറിയാം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആയുർവേദ, ഹെൽത്ത് സർവീസസ്, അതുപോലെ ഹോമിയോപ്പതി അടങ്ങിയതാണ്. പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്ക് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺഫ്യൂഷൻ പറഞ്ഞത്? അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. വളരെ പച്ചയായി പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ നമ്മളോട് അവിടെ പ്രശ്നത്തിൽ ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ബില്ല് പാസ്സാക്കാം എന്നല്ലാണ് നോക്കുന്നത്, എങ്ങനെ ബില്ല് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പച്ചയായി പറഞ്ഞാൽ ഉദ്യോഗസ്ഥലങ്ങളിൽ പേരുകൾ വെളിപ്പെടുത്താനും തസ്തികയും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എങ്ങനെ തരാതിരിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ നോക്കുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ഇല്ല വേണം. അതുപോലെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കുറെ കാലങ്ങളായി ഭരണസമരം നിലനിന്നിരുന്നു. ഡിഎംഒയുടെ തസ്തികയിൽ ഒഴിഞ്ഞു കിടന്നത് കഴിഞ്ഞ 6-7 കൊല്ലങ്ങളായി. അതിനൊരു നിരന്തര പരിഹാരം എന്ന നിലയ്ക്കാണ് സൂപ്രണ്ട്, അതായത് ഡിഎംഒയുടെ ലീഡറായിട്ടുള്ള സൂപ്രണ്ട് തസ്തികയുടെ എണ്ണം കൂട്ടണം എന്ന് നാം ആവശ്യപ്പെടുകയും അത് 25 ബെഡുള്ള ആസ്പത്രികളിൽ CMO പോസ്റ്റ് സൂപ്രണ്ടായി നാമകരണം ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ശമ്പള കമ്മീഷൻ തന്നിരുന്നു. അത് ഗവൺമെന്റ് ഉത്തരവിലും അങ്ങനെയാണ് തന്നത്. പക്ഷെ ഗവൺമെന്റ് ഉത്തരവിൽ ഫുട്നോട്ടിൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് കടന്നുപോയി. അതായത് എബോ 25 എന്ന് വന്നു. അത് തീർച്ചയായിട്ടും ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്. എബോ 25 അത് തീർച്ചയായിട്ടും വന്നിട്ട് അത് 25 എബോ 25 പഴയ സ്ഥിതി അതേപോലെ തുടരുകയാണ്. അപ്പൊ ശമ്പള കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലാതാണ്. അപ്പൊ 25 മുതൽ മുകളിൽ പ്രസിഡന്റുള്ള ആസ്പത്രികളിൽ CMO പോസ്റ്റ് സൂപ്രണ്ടായിട്ട് നാമകരണം ചെയ്തേ മതിയാവും. എന്നാൽ മാത്രമേ ഈ ഭരണസമരം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാൻ ഒരു കാര്യമുണ്ട്. സമയത്ത് പോകുന്നത് മാത്രമാണ്. അതായത് നാം അലോപ്പതി വിഭാഗമായിട്ട് കാര്യത്തിൽ ആവശ്യപ്പെടുന്നു, കാര്യം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആയുർവേദ വകുപ്പുമായിട്ടെങ്കിലും ഒരു കാര്യത്തിൽ നാം പ്രതീക്ഷിച്ചതാണ്. അത് ശമ്പള കമ്മീഷൻ നമുക്ക് വാഗ്ദാനം തന്നതുമാണ്. പക്ഷെ ആയുർവേദ ഡോക്ടർമാരെക്കാളും നാം അത്രയ്ക്ക് മോശപ്പെട്ടവരാണ്. അവർക്ക് അനുവദിച്ചിരിക്കുന്ന ശമ്പളം പോലും ഹോമിയോ ഡോക്ടർമാർക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊടുക്കാൻ മാത്രമേ ബന്ധമുള്ളൂ. ആ തരത്തിലുള്ള പറയുകയാണെങ്കിൽ എല്ലാ തസ്തികകളും അത് തുടക്ക സ്കെയിലുള്ള തസ്തികകൾ ഒഴികെ ബാക്കിയുള്ള ചീഫ് മെഡിക്കൽ ഓഫീസറാണെങ്കിൽ 1360 വ്യത്യാസമുണ്ട്. അതുപോലെ DMO സൂപ്രണ്ടാണെങ്കിൽ 680 രൂപയുടെ വ്യത്യാസം, ജില്ലാ മെഡിക്കൽ ഓഫീസർ 3080 രൂപയുടെ വ്യത്യാസമുണ്ട്. അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആണെങ്കിൽ 4080 രൂപയുടെ വ്യത്യാസം, ഡയറക്ടർ ആണെങ്കിൽ 2500 രൂപയുടെ വ്യത്യാസം. ഇത്തരത്തിലുള്ള അലോപ്പതി നാം പേര് ചൂസ് തന്നില്ല. അപ്പോൾ അതിനകത്ത് ഇനിയും വന്ന് ആവശ്യപ്പെടാൻ തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും ആ ഒരു വിഷയം ഇപ്പൊ ഇവിടെ ഉന്നയിക്കുന്നില്ല. പക്ഷെ ISOമായിട്ടെങ്കിലും പേര് തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്തവ്യ വീര്യം ചോർന്നു പോകില്ല, മനസ്സിൽ വിഷമമുണ്ടാവും. അതുപോലെ കയർഗ്രേഡ് വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നതാണ്. ഈ കയർഗ്രേഡ് ആണെങ്കിൽ 14 വർഷത്തെ കയർഗ്രേഡ് അലോപ്പതി ഡോക്ടറിനാണ്, ഹോമിയോ ഡോക്ടർക്കും. അതുപോലെ ഒരു ആശ്വാസം മാത്രമാണ് ആശ്വാസമുള്ളത്. അതിലൊരു ആയുർവേദ ഡോക്ടർക്കും തുല്യമായിട്ട് വരികയാണ്. 14 വർഷത്തെ കയർഗ്രേഡ് 10270 രൂപയുടെ വ്യത്യാസമാണ്. ഒരു അന്തർ ഡോക്ടർ 400 അല്ല 400 500 അല്ലെങ്കിൽ 1000 ഉണ്ടായിരുന്നില്ല. 10270 രൂപ വ്യത്യാസം 16 വർഷത്തെ കയർഗ്രേഡിന്. അത് അലോപ്പതി വിഭാഗത്തിനാണ്. ഹോമിയോ വിഭാഗത്തിലെ ഡോക്ടർമാർക്കും ഒരു ആശ്വാസം ആയുർവേദ ഡോക്ടർ കൂടെ ഉണ്ട്. പക്ഷെ അത് ഇത് നമ്മുടെ പ്രധാന കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഒരുപാട് പാക്കേജാണ്. അത് വലിയ വിഷയങ്ങളാണ്. അതുപോലെ ഈ അവഗണനയുടെ 1-2 കാര്യം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഈ കേരളത്തിലെ കഴിഞ്ഞ 6 കൊല്ലങ്ങളായി ഒരു സ്ഥാപനം പോലും തുടങ്ങിയിട്ടില്ല. ആയുർവേദത്തിലാണെങ്കിൽ 25 സ്ഥാപനങ്ങളിലെങ്കിലും തുടങ്ങാൻ സാധിച്ചിരുന്നു. പക്ഷെ ഹോമിയോപ്പതി വിഭാഗത്തിൽ ഒരു സ്ഥാപനം പോലും കഴിഞ്ഞ 6 കൊല്ലങ്ങൾ തുടങ്ങിയിട്ടില്ല. എല്ലാ പഞ്ചായത്തുകളിലും സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ആണെങ്കിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. 999 പഞ്ചായത്തുകളിൽ 504 പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാപനം ഉള്ളത്. ബാക്കിയുള്ള 495 പഞ്ചായത്തുകളിൽ സ്ഥാപനങ്ങളില്ല. അതുപോലെ താലൂക്ക് ആസ്പത്രികൾ, PG അലവൻസ് ഞങ്ങളുടെ ഓഫീസർമാർക്കിടയിൽ ഒരു 30ഓളം പോസ്റ്റ് കഴിഞ്ഞ ഡോക്ടർമാരുണ്ട്. PG അലവൻസ് അലോപ്പതി ഡോക്ടർമാർ കൊടുക്കുകയാണ്. അലോപ്പതി ഡോക്ടർമാർക്ക് PG സ്പെഷ്യലിസ്റ്റ് കേഡർ OP ചെയ്യുന്നവർക്ക് 550 രൂപയും OP ചെയ്യാത്ത ആളുകൾക്ക് ഈ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുകൾക്ക് 400 രൂപ കൊടുക്കുകയാണ്. പക്ഷെ അത് ആയുർവേദത്തിൽ കൊടുക്കുകയാണ്. പക്ഷെ ഹോമിയോ ഡോക്ടർമാർക്കൊന്നില്ല. ഹോമിയോ ഡോക്ടർമാർക്ക് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ നമ്മുടെ ഹോമിയോ വിഭാഗത്തിൽ ഒരു DMO പോലും മാറുന്നില്ല. ഒരു DMO പോലും. അതുപോലെ 16 ആസ്പത്രികളിൽ 6 പോസ്റ്റ് ഇല്ല.
ആശുപത്രിയുടെ സുഗമമായ നടത്തിപ്പിന് തീർച്ചയായിട്ടും ആരവം കൊടുക്കുന്നത് അനിവാര്യമാണ്. അത് ഇനിയും 14 ആശുപത്രികൾ വരുവാനുണ്ട്. അതുപോലെ ഇതൊക്കെ പറഞ്ഞാലും ഈ അവകാശങ്ങളൊക്കെ ഉന്നയിച്ചാലും നമ്മൾ ഓഫീസർമാരൊക്കെ വളരെ ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കണം. അവർ കർത്തവ്യബോധം ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് അവാർഡ് തന്നില്ലെങ്കിലും വേണം, സർക്കാർ അവാർഡ് തന്നില്ലെങ്കിലും, അതായത് അതിൽ അവാർഡ് സർക്കാർ അവാർഡുകൾ നല്ല ഡോക്ടർമാർക്കുണ്ട്, നല്ല ഡോക്ടറുടെ അവാർഡ്. അത് ആ അവാർഡ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അസോസിയേഷന്റെ കേരളത്തിൽ തന്നെ നിങ്ങൾ അവാർഡുകൾ ഡ്യൂട്ടി കോൺഷ്യസ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുകയും ഒരു 14 ആളുകളെ ഞങ്ങൾ ആദരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട കേരള ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചർ അവരുടെ വളരെ ശ്രമത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല നല്ല വാഗ്ദാനങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ, ആ പ്രതീക്ഷ വളരെ വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷയിൽ അങ്ങനെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് പാർലമെന്റ് ഡോക്ടർ കെ എസ് മനോജ് ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലെ കാരണമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഈ മാസം 30-ാം തീയതി, ഈ മാസം 31-ാം തീയതി തീയതി ഇല്ലാത്തതുകൊണ്ട് 30-ാം തീയതി തീയതിയുണ്ട്, പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹം കുറച്ച് നാളുകൾ കൂടി സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ എത്തിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. സർവീസ് താമസിക്കുന്നില്ല. അദ്ദേഹത്തെ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ആലപ്പുഴ ഡിഎംഒ ചിക്കൻ ഗുനിയ പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമതയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ്. ഡോക്ടർ എ മല്ലൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് ഇവിടെയുണ്ട്, ഡോക്ടർ എം ജി ഉമ്മൻ. അദ്ദേഹം തികഞ്ഞ സംഘാടകനാണ്, വളരെ വലിയ വ്യക്തിത്വങ്ങൾക്ക് ഉടമയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള IHK-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിനാമി എസ് മലശ്ശേരി, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആയുഷിന്റെ വെബ്സൈറ്റില് ഓൾ ഓവർ ഇന്ത്യ മൊത്തം ദേശീയ തലത്തിൽ 28 എമിനന്റ് ഹോമിയോപ്പത്സ് എന്നുള്ള ഒരു ലിസ്റ്റ് എൻലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ കേരളത്തിൽ നിന്നും ഒരേ ഒരു ആൾ മാത്രമാണ്. അതായത് ആയുഷ് വെബ്സൈറ്റില് എൻലിസ്റ്റ് ചെയ്യപ്പെട്ട എമിനന്റ് ഹോമിയോപ്പത്തില് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു വ്യക്തി ഡോക്ടർ ജി പ്രസിഡന്റ്. ഞങ്ങളുടെ സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ചമോയെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കെ ചമോയെ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഹോമിയോ ശാസ്ത്ര വേദിയുടെ ചെയർമാൻ ഡോക്ടർ ടി എ പരമേശ്വർ പാർവെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി എൻ രാജു അധ്യക്ഷനെ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന ട്രഷററുടെ ഡോക്ടർ ബി സുദർശനൻ, അദ്ദേഹത്തെ പേരിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. The man behind this great venture, and there are none other than Dr. Jacob Kumar, the president, Dr. Director of the program, Dr. Jacob Kumar. സംസ്ഥാന നേതാക്കൾ, ഡിഎംഒമാർ, സിഎംഒമാർ, എംഒമാർ, സംഘടനയുടെ മറ്റ് ഭാരവാഹികൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, കുടുംബാംഗങ്ങൾ, പത്രപ്രതിനിധികൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.
താങ്ക് യു ഡോക്ടർ ശിവനാഥ്.